യഹോവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. എൻ്റെ നിലവിളി നിൻ്റെ തിരുസന്നിധിയിൽ വരുമാറാകട്ടെ. കഷ്ടദിവസത്തിൽ നിൻ്റെ മുഖം എനിക്ക് മറക്കരുത്. നിൻ്റെ ചെവി എങ്കിലേക്ക് ചായ്ക്കണമേ. ഞാൻ വിളിക്കുന്ന നാളിൽ നീ വേഗത്തിൽ എനിക്ക് ഉത്തരമരുളണമേ. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, കഷ്ടതയുടെ നാളിൽ ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയുടെ മുമ്പിൽ മുഖം മറയ്ക്കുകയില്ല. അവൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാൻ ചെവി ചായ്ക്കും. വേഗത്തിൽ ദൈവം ഉത്തരമരുളും. അതെ, വേഗത്തിൽ ദൈവം അത് ചെയ്യും. ദൈവം മുഖം മറച്ചു കളഞ്ഞ ഒരു പ്രാർത്ഥനയുണ്ട്. അത് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ കാൽവറി ക്രൂശിലെ പ്രാർത്ഥനയാണ്. എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന നിലവിളി ദൈവസന്നിധിയിൽ എത്താഞ്ഞിട്ടല്ല, പക്ഷെ ദൈവം മുഖം മറച്ചു കളഞ്ഞു, മുഖം കാണിച്ചില്ല, വേഗത്തിൽ മറുപടി കൊടുത്തില്ല, ചെവി ചായിച്ചില്ല. ആ ക്രൂശിൻ ചുവട്ടിൽ ആ നിലവിളി കണ്ടു നിന്നവരെല്ലാവരും അവരുടെ ഹൃദയത്തിൽ പറഞ്ഞിട്ടുണ്ട്, ദൈവം അവനെ കൈവിട്ടു, ദൈവം അവനെ അടിക്കുന്നു, ദണ്ഡിപ്പിക്കുന്നു. യേശു ഉറക്കെ നിലവിളിച്ചു, ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? ഇന്ന് പകൽ കഷ്ടതയുടെ തീച്ചൂളയുടെ നടുവിൽ എൻ്റെ ദൈവമേ എന്ന് വിളിക്കുന്നവരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, പിതാവ് മുഖം മറച്ചു കളഞ്ഞത് യേശുവിൻ്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ മാത്രമാണ്. കാരണം അന്ന് ആ നിലവിളി കേൾക്കാതിരുന്നത് നിന്നെ ഓർത്തിട്ടാണ്. യേശു അങ്ങനെ നിലവിളിച്ച് പ്രാണനെ വിട്ടപ്പോഴാണ് നിനക്കൊരു വിടുതലുണ്ടായത്. പിതാവ് മൗനമായിരുന്നത് പോലും നിന്റെ വിടുതലിന് വേണ്ടിയാണ്, നിന്റെ സൗഖ്യത്തിന് വേണ്ടിയാണ്, നിന്നെ ഓർത്തിട്ടാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ വിശ്വസിക്കുക, ഇന്ന് പകൽ നിന്റെ കഷ്ടതയുടെ നടുവിൽ അവൻ മുഖം തിരിച്ചു കളയുകയില്ല, അവൻ ചെവി ചായ്ക്കാതിരിക്കുകയില്ല. നീ വിളിക്കുന്ന നാളിൽ വേഗത്തിൽ അവൻ നിനക്ക് ഉത്തരമരുളും, അവൻ നിനക്ക് മുഖം കാണിക്കും. ഒരു മനുഷ്യൻ ഇറങ്ങി വന്ന് സംസാരിക്കുന്നത് പോലെ നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നീ ദൈവസാന്നിധ്യം അനുഭവിക്കും. അക്ഷരീകമായ മറുപടികൾ നീ കാണും. അതെ, അവൻ മുഖം മറച്ചു കളയുകയില്ല. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. അവൻ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.